ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാനിലെ പ്രസിഡന്റ് അടക്കം പ്രധാനമന്ത്രി അടക്കം ബങ്കറുകളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നുള്ള നിർണായകമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യയുടെ ആക്രമണം ഭയന്ന് മാളത്തിൽ ഒളിച്ചു പാകിസ്ഥാന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും. എന്തിനേറെ പറയുന്നു, പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ അടക്കം ഭൂഗർഭ ബങ്കറുകളിൽ 4 ദിവസം ഭയന്നു കഴിച്ചുകൂട്ടി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നത്. ഇന്ത്യയുടെ ആക്രമണം എത്രമാത്രം രൂക്ഷമായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ വാർത്തയും. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചത് 4 ദിവസമാണ്. മെയ് മാസം 7-ാം തീയതി ആരംഭിച്ച ഇന്ത്യയുടെ ആക്രമണം മെയ് മാസം 11-ാം തീയതി അവസാനിച്ചു. എന്നാൽ പാകിസ്ഥാന് വർഷങ്ങൾ നീണ്ട യാതനയും ദുരിതവുമാണ് 4 ദിവസം കൊണ്ട് ഇന്ത്യ സമ്മാനിച്ചത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിനുള്ള ഇന്ത്യയുടെ തിരിച്ചടി, ആ തിരിച്ചടിയുടെ കെടുതികളെ കുറിച്ച് ഇപ്പോൾ പാകിസ്ഥാൻ സമ്മതിച്ചിരിക്കുന്നു. ഒരു കാലത്തൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ പാകിസ്ഥാന്റെ സൈനിക മേധാവിയും പാകിസ്ഥാന്റെ ഭരണത്തലവന്മാരും ഇപ്പോൾ ഇതാ ആണയിട്ട സത്യം പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഞങ്ങൾക്ക് കനത്ത തിരിച്ചടി ഉണ്ടായി. ഓപ്പറേഷൻ സിന്ദൂറിൽ ഞങ്ങളുടെ സൈനിക ബേസുകൾ തകർക്കപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഞങ്ങൾ ഭൂഗർഭ ബങ്കറുകളിലായിരുന്നു. ഞങ്ങൾ മാളങ്ങളിൽ പതിയിരുന്ന് ജീവൻ രക്ഷിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ആസിഫ് അലി സർദാരി പാകിസ്ഥാന്റെ പ്രസിഡന്റ് പറഞ്ഞത്, ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ ബങ്കറിലേക്ക് പോകാൻ സൈന്യം ഞങ്ങളോട് നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ ആക്രമണത്തിന്റെ വ്യാപ്തി എത്രയെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഇന്ത്യ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന്റെ പ്രധാനമന്ത്രിയുടെയും ഒക്കെ ജീവൻ സംരക്ഷിക്കേണ്ട സൈന്യത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ബങ്കറുകളിലേക്ക് ഒളിക്കണമെന്ന് പാകിസ്ഥാൻ സേന തങ്ങളോട് പറഞ്ഞു എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയാണ്. 2 ദിവസം മുമ്പാണ് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇഷക് ദർ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത്. അത് മറ്റൊന്നുമായിരുന്നില്ല, ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടി ഉണ്ടായി. നൂർ ഖാൻ അടക്കമുള്ള പാകിസ്ഥാന്റെ എയർ ബേസുകളിൽ വലിയ നാശനഷ്ടമാണ് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാക്കിയത്. എന്നാൽ ഇത് അന്ന് ഞങ്ങൾ തുറന്നു പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞത് ഇഷക് ദർ ആണ്. അതിന് 2 ദിവസം മുമ്പ് പാകിസ്ഥാന്റെ സൈനിക മേധാവി, ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അസീം മുനീർ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഒരു കരസ്പർശം ഞങ്ങൾക്കുണ്ടായിരുന്നു, അള്ളാഹുവിന്റെ ഒരു കൈസഹായം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. ആ കൈസഹായം, ആ കരസ്പർശം മറ്റൊന്നുമായിരുന്നില്ല, അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആ നീക്കം തന്നെയായിരുന്നു. അമേരിക്കയുടെ മുന്നിൽ പാകിസ്ഥാൻ കൈകൂപ്പി ഇന്ത്യയെ എങ്ങനെയെങ്കിലും നിലക്കി നിർത്തണം, ഇന്ത്യയോട് പറഞ്ഞ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ സർവസ്വവും ഇന്ത്യ തീർക്കും. ഇന്ത്യയുടെ റഫേലുകൾ ഇതാ പറന്ന് വരികയാണ്. ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രം ബ്രഹ്മോസ് 2 മാത്രമേ ഇന്ത്യ ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ തന്നെ പാകിസ്ഥാന്റെ പകുതി ജീവൻ പോയി. 9 ഭീകര ക്യാമ്പുകൾ, 11 എയർ ബേസുകൾ, ഇതിലേക്കാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് പറഞ്ഞത്, ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഇന്ത്യയുടെ 6 റഫേലുകൾ ഞങ്ങൾ വെടിവെച്ചിട്ടു, 2 പൈലറ്റുമാർ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നാണം കെട്ട ഒരു പ്രധാനമന്ത്രി, പെരും നുണ പറയുന്ന ഒരു പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി ഇപ്പോൾ ഇതാ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു, ഓപ്പറേഷൻ സിന്ദൂറിൽ ഞങ്ങൾക്ക് വലിയ നാശനഷ്ടമുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഞങ്ങളെല്ലാം ബങ്കറിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് പാകിസ്ഥാന്റെ പ്രസിഡന്റിന് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.